അതിർത്തി മേഖലകളിൽ സുരക്ഷയും യാത്രാ സൗകര്യവും ഒരുപോലെ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പുതിയ റെയിൽവേ വികസന പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ്. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളോട് ചേർന്ന പ്രദേശങ്ങളിൽ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് വലിയ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതിനൊപ്പം അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രയും വികസനവും മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയുടെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. അതിർത്തി മേഖലകളിലെ റെയിൽവേ വികസനത്തിനായി ഏകദേശം 45,000 കോടി രൂപ ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. അടുത്ത 18 മുതൽ 24 മാസത്തിനുള്ളിൽ ഈ പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ റെയിൽവേ വികസന പദ്ധതികളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ശ്രദ്ധ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളോട് ചേർന്ന പ്രദേശങ്ങൾക്കുമാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട മേഖലകളിൽ മികച്ച റെയിൽ ശൃംഖല ഒരുക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ചരക്കുകൾ എത്തിക്കാനും കൂടുതൽ സൗകര്യം ലഭിക്കും. അടുത്ത 2 വർഷത്തേക്കുള്ള മൊത്തം റെയിൽവേ അടിസ്ഥാന സൗകര്യ ബജറ്റിന്റെ ഏകദേശം 22% ഈ പദ്ധതിക്കായി മാറ്റിവെക്കുന്നത്. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, ആസാം എന്നിവയ്ക്കൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും പദ്ധതിയുടെ ഭാഗമാകും. ഈ പ്രദേശങ്ങളിൽ പുതിയ റെയിൽവേ പാതകൾ നിർമ്മിക്കുന്നതിനൊപ്പം നിലവിലുള്ള പാതകൾ നവീകരിക്കുകയും സ്റ്റേഷനുകളും പ്ലാറ്റ്ഫോമുകളും വികസിപ്പിക്കുകയും ചെയ്യും. പുതിയ റെയിൽവേ പാതകൾ മാത്രമല്ല, പഴയ സംവിധാനങ്ങൾ കൂടുതലും ശക്തമാകും. യാത്രക്കാർക്ക് സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ യാത്ര ഉറപ്പാക്കുന്നതിനും ചരക്ക് ഗതാഗതം എളുപ്പമാക്കുന്നതിനും ആവശ്യമായ മാറ്റങ്ങൾ നടപ്പാക്കും. ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളൊന്ന് സൈനിക ആവശ്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നിറവേറ്റുക എന്നതാണ്. അതിർത്തി മേഖലകളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സൈനികരെയും ആവശ്യമായ ഉപകരണങ്ങളെയും വളരെ വേഗത്തിൽ എത്തിക്കാൻ മികച്ച റെയിൽ ശൃംഖല വലിയ സഹായമാകും. പ്രത്യേകിച്ച് ഹിമാലയൻ അതിർത്തി മേഖലകൾ, സിലിഗുരി ഇടനാഴി, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എല്ലാ കാലാവസ്ഥയിലും തടസ്സമില്ലാതെ യാത്ര സാധ്യമാക്കുകയാണ് ലക്ഷ്യം. മഴയോ മഞ്ഞോ മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങളോ ഉണ്ടായാലും സൈനിക നീക്കങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് പുറമെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഈ പദ്ധതി ഗുണകരമാകും. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യാപാരം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയെല്ലാം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാകും. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യവും ഈ പദ്ധതിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. സമീപ വർഷങ്ങളിൽ ചൈന അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, ഹെലിപ്പാഡുകൾ, റോഡുകൾ, മറ്റ് സൈനിക സൗകര്യങ്ങൾ എന്നിവ വളരെ വേഗത്തിലാണ് ചൈന നിർമ്മിച്ചത്. 2017 ഡോക്ലാം സംഘർഷത്തിന് ശേഷമാണ് ചൈന അതിർത്തി വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതിലൂടെ ആവശ്യമായ സമയത്ത് സൈനികരെ അതിവേഗം വിന്യസിക്കാൻ ചൈനയ്ക്ക് കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും സ്വന്തം അതിർത്തി വികസന പദ്ധതികൾ കൂടുതൽ വേഗത്തിലാക്കുന്നത്. പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിലും സുരക്ഷ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളും അതിർത്തി മേഖലകളിലെ വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആയതിനാലാണ് 3 അതിർത്തി മേഖലകളിലും ഒരുമിച്ച് ഉൾപ്പെടുത്തി വലിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പുതിയ പദ്ധതിയല്ല എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്ന അതിർത്തി വികസന പദ്ധതികളുടെ തുടർച്ചയായാണ് പുതിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ ആരംഭിച്ച പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ പൂർത്തിയാക്കുകയും പുതിയ പദ്ധതികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇതിനൊപ്പം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ അടിസ്ഥാന സൗകര്യ വികസനം തുടരുന്നുണ്ട്. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് രാജ്യത്തിന്റെ റെയിൽവേ വികസന ചരിത്രത്തിലെ പ്രധാന നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഏകദേശം 1450 കിലോമീറ്റർ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതും മുൻഗണനാ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ലാം മേഖലയിൽ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. റെയിൽപാതകളും റോഡുകളും മറ്റ് ഗതാഗത സംവിധാനങ്ങളും ഒരുമിച്ച് വികസിപ്പിക്കുന്നതിലൂടെ അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷയും മികച്ച യാത്രാ സൗകര്യവും ഉറപ്പാക്കാനാണ് ലക്ഷ്യം. ഇതിലൂടെ സൈനിക ആവശ്യങ്ങൾക്കൊപ്പം സാധാരണ ജനങ്ങൾക്കും ദീർഘകാല നേട്ടങ്ങൾ ലഭിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ പ്രഖ്യാപിച്ച 45,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതി രാജ്യസുരക്ഷയും അതിർത്തി പ്രദേശങ്ങളുടെ വികസനവും ഒരുപോലെ ലക്ഷ്യമിടുന്ന വലിയ നീക്കമാണ്. പുതിയ റെയിൽ പാതകൾ, നവീകരിച്ച സ്റ്റേഷനുകൾ, മികച്ച യാത്രാ സൗകര്യം, വേഗത്തിലുള്ള സൈനിക നീക്കങ്ങൾ എന്നിവ ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളാണ്. വരും മാസങ്ങളിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതും അതിർത്തി മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതും രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.